അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് എങ്ങനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ബോയിൽ മെൽറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റ് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ചോക്ലേറ്റ് എപ്പോഴും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ റൂം ടെമ്പറേച്ചറിൽ വച്ചാൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചൂടാക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രം എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് പാൻ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് വച്ചിരിക്കുന്ന ബൗൾ അതിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചോക്ലേറ്റ് വച്ചിരിക്കുന്ന ബൗള് നമ്മൾ താഴെ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ മുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഈ പാത്രത്തിൽ മുട്ടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ ഇതുപോലെ അങ്ങ് മെൽറ്റായിട്ട് വരും. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കട്ടകളൊക്കെ മാറിയിട്ട് നല്ല കൺസിസ്റ്റൻസിയിലേക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്യുക. പിന്നീട് നമ്മുടെ ചോക്ലേറ്റ്സ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആവരുത്, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നതും. പിന്നെ അതുപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും ഈ ഒരു രീതിയിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ഷേപ്പിലുള്ള മോൾഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഒരു മോൾഡിൽ നമ്മൾ ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.